ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ട പപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, എണ്ണയിൽ മുക്കി പൊരിക്കുകയോ ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട പപ്സിൻ്റെ വീഡിയോ ആണിത്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതിൻ്റെയൊന്നും കാട്ടിയും രുചിയിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. നല്ല സോഫ്റ്റും ലെയറായിട്ടുള്ള മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വലിയ സവാളയാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2 നീളത്തിനരിഞ്ഞ് നമുക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ പറ്റും. അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിനാവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അധികം വഴന്നുകൊണ്ട് ഇതേപോലെ നൈസായിട്ട് വഴന്ന് വന്നാൽ അതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ആ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മതി. പിന്നെ 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത്. അതിൽ എരിയുള്ളതാണ്, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പൊടിയുള്ളതൊന്നും ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ നമുക്കിനി ഇത് 2 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അത് നമുക്കോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് പപ്സിൻ്റെ ഷീറ്റാണ്. ഇത് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിൽ 5 പപ്സ് ഉണ്ടാക്കാം. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. നമുക്കിതിപ്പോൾ മാവൊന്നും കുഴച്ചും പരത്തി ഒന്നും സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് റെഡിമെയ്ഡായിട്ട് കടയിൽ കിട്ടുന്നതിനെക്കാട്ടിയും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മിക്ക സൂപ്പർ മാർക്കറ്റിൽ ഇത് മേടിക്കാൻ കിട്ടുന്നതാണ്. നമുക്കതൊന്ന് ഒരെണ്ണം എടുത്ത് വെച്ച് അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ സവാള വഴറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 മുട്ടയുടെ പകുതി ഇതേപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. വെള്ളമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇത്ര താമസമേ ഉള്ളൂ. നമുക്കിതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഒരു പാക്കറ്റിൽ 5 ഷീറ്റാണ് കിട്ടുന്നത്. ഇത് നടുക്ക് വെച്ച് കൊടുത്തിട്ട് മുട്ടയുടെ പകുതിയും വെച്ച് നമുക്കിതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. മാവൊന്നും കുഴച്ച് നമുക്ക് സമയം കളയണ്ട. നമുക്ക് റെഡിമെയ്ഡായിട്ട് നല്ല പപ്സിൻ്റെ ഷീറ്റ് മേടിക്കാൻ കിട്ടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ കളറിൽ നമ്മൾ പപ്സ് ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കിട്ടും. നമ്മളിത് ഓയിലൊന്നും മുക്കി പൊരിക്കുന്നില്ല. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നല്ല ഗോൾഡൻ കളറിൽ തന്നെ നമുക്ക് കിട്ടും.
ഞാനിത് എയർ ഫ്രയറിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഓവനിലും പാനിലും ഒക്കെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതിൽ അല്പം ബ്രഷ് ചെയ്ത് ഓയിൽ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പറ്റിപ്പിടിക്കാതിരിക്കാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് 3 എണ്ണമാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത്. അല്പം കൂടി ഞാൻ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ട. ഇത് 185 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് എടുത്താൽ മതി. ഇത് പ്രീ ഹീറ്റൊന്നും ചെയ്തിട്ടില്ല. 20 മിനിറ്റ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരുമുരായിരിക്കുന്ന പപ്സ് റെഡി ആയിട്ടുണ്ട്. ബാക്കി 2 എണ്ണം ഞാൻ ഓവനിലാണ് അത് ചെയ്തെടുത്ത ഈ സമയത്ത്. അങ്ങനെ 5 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയും മുരുത്ത നല്ല കടയിലേക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടായിരുന്നത് കഴിച്ച് നോക്കിയപ്പോൾ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കിതുണ്ടെങ്കിൽ ഷീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. കണ്ടില്ലേ നല്ല പപ്സ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.